സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ അറസ്റ്റ് ഒഴിവാക്കാൻ പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് സംഭാവന നൽകിയതാണ് തൃശൂർ സീറ്റിലെ ബിജെപിയുടെ വിജയമെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എഡിജിപി അജിത് കുമാറിനെ കൊണ്ട് തൃശൂർ പൂരം കലക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധം തീപ്പന്തം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം ചിന്നക്കടയിൽ നിർവഹിക്കുകയായിരുന്നു സുധാകരൻ. RSSന്റെയും പിണറായി വിജയന്റെയും ഇടയിലെ വിശ്വസ്തനായ ദൂതനാണ് അജിത് കുമാർ. BJP CPM അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. കേസ് അന്വേഷിച്ചിട്ടില്ല. ഈ പൂരിമണലിൽ അദ്ദേഹം വാങ്ങിയ കമ്മീഷൻ അതിന്റെ കേസ് അന്വേഷിച്ചിട്ടില്ല. ഒരു കേസും അദ്ദേഹത്തിന്റെ കേസ് പോലീസ് അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആരാണ് അതിന് സഹായി? കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി വരണമെങ്കിൽ BJP-ക്കാര് എതിർക്കും. BJP-ക്കാരെ അനുകൂലിക്കണ്ടേ? BJP-ക്കാർ അനുകൂലമല്ല. കെ സുരേന്ദ്രൻ പണം കടത്തുമ്പോ പിടിച്ചു, കേസെടുത്തു. ആ കേസ് പിൻവലിച്ചു പിണറായി വിജയന്റെ സർക്കാർ. എന്നിട്ട് അദ്ദേഹം വാങ്ങി. അദ്ദേഹത്തിന് എല്ലാ സഹായവും BJP കൊടുത്തു. സുരേന്ദ്രന് എല്ലാ സഹായവും പിണറായി വിജയൻ കൊടുത്തു. അത്ര നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണ് BJP-യും CPM-ഉം കേരളത്തിൽ എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക, തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്ക് എതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം തീപ്പന്തം പന്തം കൊളുത്തി പ്രകടനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം ചിന്നക്കടയിൽ നിർവഹിക്കുകയായിരുന്നു കെ സുധാകരൻ. എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. എല്ലാവരും ഈ പന്തംകൊളുത്തി പ്രകടനത്തിൽ പങ്കെടുക്കണമെന്ന DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ അഡ്വക്കേറ്റ് S. ബിന്ദുകൃഷ്ണ, AK ഹഫീസ്, അഡ്വക്കേറ്റ് P. ജർമിയാസ്, സൂരജ് രവി, കൃഷ്ണവേണി G. ശർമ്മ, D. ഗീതാകൃഷ്ണൻ, പ്രാക്കുളം സുരേഷ്, PR പ്രതാപചന്ദ്രൻ, വിഷ്ണു സുനിൽ പന്തളം, U. വഹീദ, ഫെബ സുദർശനൻ, നടുക്കുന്നിൽ വിജയൻ, സുരേഷ് ബാബു, പാലത്തറ രാജീവ്, R. രമണൻ, G. ജയപ്രകാശ്, MM സഞ്ജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചിന്നക്കട ബസ് ബേയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മെയിൻ റോഡ് ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.